ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നാട്ടിൽ പോയപ്പോൾ ഒരു മിനി ഔട്ടിംഗ് വ്ലോഗ് കണ്ടാലോ. നമ്മൾ പോകുന്നത് അനീഷിൻ്റെ സ്വന്തം പടക്കുതിരയിലാണ്, നമ്മുടെ എപ്സിക്കുട്ടനിലെ. അനീഷിൻ്റെ ജീവനാട്ടോ ഇവൻ. അനീഷിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ടെൻഷനാണ് ഞങ്ങൾ ബൈക്കിൽ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അമ്മയെ സോപ്പൊക്കെ ഇട്ട് പറഞ്ഞ് മനസ്സിലാക്കി വണ്ടി എടുത്ത് ഇറങ്ങി. ഈ ബൈക്കിൽ പോകുന്നതൊരു ഭയങ്കര ഫീലിംഗ് അല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈക്കിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകായിരുന്നു. നമ്മൾ നേരെ പോയത് ലെങ്സ് ആൻഡ് കാട്ടിലേക്കാണ്. എനിക്ക് ചെറുതല്ലാത്ത വലിയ രീതിയിലൊരു ഷോർട്ട് സൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ കണ്ണാടി എപ്പോഴൊന്നും വെക്കാറില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. കമ്പൽസറി ആയിട്ട് ഞാൻ വെക്കുന്നത് TV കാണുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഫ്രെയിം മാറ്റണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ നല്ലൊരു ഫ്രെയിം ഈ അനീഷ് കയറിയിരുന്ന് ഒടിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഫ്രെയിം ഒന്ന് മാറ്റിയാലോ എന്നുള്ളൊരു ചിന്ത കടന്നുകൂടി ഗൈസ്. ലെങ്സ് ആൻഡ് കാട്ടിൽ പോയി നോക്കുമെന്ന് എൻ്റെ അടുത്ത് അനീഷിൻ്റെ സിസ്റ്ററാണ് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഖത്തർ വ്ളോഗ്സിലൊക്കെ ഉണ്ടായിരുന്ന സ്നേഹ ചേച്ചിയാണ്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ശരിയായിട്ട് തോന്നിയിട്ടോ. നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു, അതും വെരി അഫോർഡബിൾ റേറ്റ്സല്ലേ. അവർക്ക് നല്ല സൺഗ്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും ചൂസ് ചെയ്തില്ല, കാര്യം എനിക്ക് എല്ലാ പോലെ തന്നെ ടൈപ്പായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ കൺഫ്യൂഷന് ശേഷം ഈ കാണുന്ന 2 സ്പെക്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവിടെ 2 ഫ്രെയിംസ് 2000-4000 റുപ്പീസിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് മെമ്പർഷിപ്പും ലെങ്സും ഫ്രെയിമും എല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ ബില്ല് 2600 റുപ്പീസേ ആയുള്ളൂ. 2 ലെങ്സ് ക്ലീനിങ് സൊല്യൂഷനും ഫ്രീ കിട്ടി. ഞാൻ ഹാപ്പി, അനീഷ് ഡബിൾ ഹാപ്പി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സുരേഷ് അമ്പിസ്വാമിയുടെ ബോളിയും പാലട പായസം കഴിക്കാനായിട്ടാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല. വായിന്ന് വെള്ളം വരുന്നുണ്ട് എനിക്ക് ഇപ്പോഴും. അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. 10 on 10 പറയണം. ചെറിയൊരു കടയാണ്, പക്ഷേ അവിടുത്തെ ബോളിയും പായസവും എനിക്ക് ചെറിയൊരു പിടിയേ കിട്ടിയുള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ ബോളി ചെറുതായിരുന്നോ അതോ അനീഷ് വലിയ കഴിച്ചതാണോ എന്നുള്ള സംശയം എനിക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയത് തൃശ്ശൂർ റൗണ്ടിലേക്കാണ്. ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ത്രൂ തന്നെ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കഥ പറഞ്ഞുതരാം. ഞാനും സ്വാതിയും കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനാണ് ഞങ്ങളെ ഉത്സവമൊക്കെ കാണാനായിട്ട് കൊണ്ടുവരുന്നത്. കുഞ്ഞായിരുന്നെന്ന് പറയുമ്പോൾ സ്വാതി ഒരു KG1-ലും ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അച്ഛൻ ഞങ്ങളുടെ 2ആളുടെയും കൈയൊക്കെ പിടിച്ച് ഉത്സവം കാണാൻ കൊണ്ടുപോകും. ആനേനെ കാണിച്ചു തരും. ഉത്സവ പറമ്പിൽ കൂടി കൊണ്ടു നടന്ന് ടോയ്സും ഉത്സവത്തിന് മാത്രം കിട്ടുന്ന ഒരു മുറുക്കും പുരിയും ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നതും എൻജോയ് ചെയ്യുന്നതൊക്കെ ഇന്ന് അനീഷിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ്. കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. നമ്മൾ ദുബായിലായിരുന്നുകൊണ്ടും ഇതൊക്കെ കാണാൻ കിട്ടുന്ന ചാൻസുകൾ വളരെ കുറവായിരുന്നതും കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ തവണ എത്രയോ വട്ടം കണ്ടിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല ഈ കാഴ്ചകളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരെ ബന്ധപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ 2 ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് മുട്ടിട്ടത് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെയാണ്. അതിലൊന്നായിരുന്നു വടക്കുംനാഥൻ ക്ഷേത്രം ഒന്ന് കാണണം എന്നുള്ളത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് പുണ്യാളൻ അഗർബത്തീസ്. അതിലാണ് ഞാൻ കാണുന്നത് ജയസൂര്യ ഈ വടക്കുംനാഥൻ ക്ഷേത്രവും തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ചൊക്കെ വളരെ ഫീലോടെ സംസാരിക്കുന്നത്. എൻ്റെ ആഗ്രഹം എൻ്റെ ഒപ്പം തന്നെ വലുതായപ്പോൾ ഞാനൊരു തൃശ്ശൂർക്കാരനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അയാൾ ത്രൂ ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായിട്ടും ഇന്ന് വരെ തൃശ്ശൂർ റൗണ്ടിൻ്റെ പുറത്തു കൂടി കറങ്ങല്ലാണ്ട് അകത്ത് കയറാനോ വടക്കുംനാഥൻ ക്ഷേത്രം കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഒരു സിനിമയെ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെ സമയമില്ലേ ദാസ. ആ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഗൈസ്. ഫൈനലി ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് വടക്കുംനാഥൻ ക്ഷേത്രം. ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഫുൾ പോസിറ്റീവ് എനർജിയാണ്.
ഈ പറമ്പിന്റെ ചുറ്റിനൊരു സിറ്റി. പൂരം കഴിഞ്ഞാൽ ടൗൺ മുഴുവൻ ഒരു പൂരപ്പറമ്പ്. ലോകത്ത് വേറെ എവിടെ ഉണ്ടാ ഇങ്ങനൊരു സെറ്റപ്പ്? ദാ ആ പറഞ്ഞത് സത്യം അല്ലേ ഗൈസ്? അത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടിയാണ് ആ കാഴ്ച കണ്ടെങ്കിലും എനിക്ക് വന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് വാക്കുകൾ കൂടി ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് നാളായി നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം കാണുമ്പോൾ ഉള്ള സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. ഞാനും അനീഷും കൂടി കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് ആ തണുത്ത കാറ്റും ശാന്തമായ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്തു. അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. അതിന് വേറൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ? കൊച്ചിക്കാരിയായ ഞാൻ പോലും തൃശ്ശൂരിൽ ഇതേപോലെ മനോഹരമായ കാഴ്ചകളും ഒക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ദൈവത്തിനും അനീഷിനും ഈ യൂണിവേഴ്സിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരാഗ്രഹവും കൂടി ഉണ്ട്, അത് നടക്കുമ്പോൾ ഇനി പറയാം. അപ്പോൾ പുതിയ കഥയും പുതിയ വ്ളോഗും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.